ഒരു സ്റ്റഡി അബ്രോഡ് ഏജൻസിക്ക് നിങ്ങൾ എങ്ങനെയൊക്കെ പറ്റിക്കാൻ പറ്റും നിങ്ങൾ ആലോചിച്ചിട്ടുണ്ടാവും. ഇപ്പൊ ഞങ്ങൾക്ക് വരുന്ന എൻക്വയറീസിൽ ഒരുപാട് സ്റ്റുഡൻസ് പറയുന്ന ഒരു കാര്യമുണ്ട്, മാം അവർ അഡ്മിഷൻ എന്ന് പറഞ്ഞ് ഇത്ര പൈസ വാങ്ങിച്ചു, പിന്നെ ഓരോ സ്റ്റെപ്പിൽ ഇങ്ങനെ എക്സ്ട്രാ ചാർജസ് അപ്ലൈ ചെയ്തു എന്ന്. അതുകൊണ്ട് തന്നെ they were not ready to believe us too. So in here I'm gonna talk about how these agencies can cheat you guys. ചില ഏജൻസീസ് അത് വളരെ കുറഞ്ഞ ഫീസ് പറയും, പക്ഷെ പ്രോസസ്സ് എങ്ങനെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഓരോ സ്റ്റെപ്പിലും ഹിഡൻ ചാർജസ് എന്ന് പറഞ്ഞിട്ട് അവർ ആഡ് ചെയ്യാൻ തുടങ്ങും. ചിലർ ഫസ്റ്റിൽ 100% വിസ എന്നൊക്കെ പറഞ്ഞ് ഗ്യാരണ്ടി ഒക്കെ തരും, പക്ഷെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അവരുടെ ഭാഗത്തുനിന്ന് ഒരു പ്രോപ്പർ ഗൈഡൻസ് പോലും ഉണ്ടാവില്ല. വേറെ ചിലർ നിങ്ങൾക്ക് പറ്റാത്ത യൂണിവേഴ്സിറ്റി റെക്കമെൻഡ് ചെയ്യും, അവർക്ക് നല്ല കമ്മീഷൻ കിട്ടുന്ന ഓപ്ഷൻസ് ആയിരിക്കും പ്രയോറിറ്റി, അല്ലാണ്ട് നിങ്ങളുടെ ഫ്യൂച്ചർ ഒന്നും അല്ല. എന്തിന് അഡ്മിഷൻ കഴിഞ്ഞ് ഫോൺ പോലും എടുക്കാത്ത ഏജൻസീസ് ഉണ്ടെന്ന് സ്റ്റുഡൻസ് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അബ്രോഡ് സ്റ്റഡീസ് പ്ലാൻ ചെയ്യുന്നവർ ഒരു ട്രസ്റ്റഡ് ഏജൻസിയുടെ സപ്പോർട്ടോടെ മുന്നോട്ട് പോകുന്നതാണ് ഏറ്റവും നല്ലത്. അങ്ങനെ ഒരു ട്രസ്റ്റഡ് പാർട്ട്ണറിനെയാണ് നിങ്ങൾ അന്വേഷിക്കുന്നതെങ്കിൽ യൂണിയാർക്ക് നിങ്ങളെ അബ്രോഡ് ജേർണിയിൽ ഓരോ സ്റ്റെപ്പിലും കൂടെ ഉണ്ടാവും. യൂണിയാർക്കിൽ ഹിഡൻ ചാർജസ് ഇല്ല, സർവീസ് ഫീ ഇല്ല, കംപ്ലീറ്റ് ട്രാൻസ്പെറന്റ് പ്രോസസ് ആണ്. നിങ്ങളുടെ പ്രൊഫൈലിനും കരിയർ ഗോൾസിനും അനുസരിച്ചുള്ള യൂണിവേഴ്സിറ്റിയും കോഴ്സും റെക്കമെൻഡ് ചെയ്യുന്നതാണ് ഞങ്ങളുടെ പ്രയോറിറ്റി. പിന്നെ ഞങ്ങളുടെ സപ്പോർട്ട് ഓഫർ ലെറ്റർ കിട്ടുന്നതോടെ അവസാനിക്കുന്നില്ല. വിസ കിട്ടുന്നത് വരെയും നിങ്ങൾ ഡെസ്റ്റിനേഷനിൽ എത്തിയതിനു ശേഷവും അഡ്മിഷൻ, ക്ലാസസ്, അക്കോമഡേഷൻ അങ്ങനെ തുടങ്ങി വേറെ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിലും ഞങ്ങൾ നിങ്ങളെ കൂടെ തന്നെ ഉണ്ടാവും. കൂടുതൽ ഡീറ്റെയിൽസ് അറിയാൻ യൂണിയാർക്കിന്റെ പേജ് ഫോളോ ചെയ്യൂ, അല്ലെങ്കിൽ ഇന്ന് തന്നെ ഞങ്ങളെ കോൺടാക്ട് ചെയ്യൂ.